അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, ഷമീമെ മദീന അതിൻ്റെ വേണ്ടപ്പെട്ട മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫളല് കൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കാണുന്ന, കേൾക്കുന്ന, മജ്ലിസിൽ പങ്കെടുക്കുന്ന, ദുആ ചെയ്യാൻ പ്രത്യേകം കമന്റിൽ പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി അല്ലാഹു തആല പരിപൂർണമായ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ. ശരീരത്തിനേക്ക് നല്ല ആരോഗ്യവും മനസ്സിനേക്ക് നല്ല സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, പരിശുദ്ധ ഹാജിമാർ ഹജ്ജ് കർമ്മമെല്ലാം നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അവരെ കാണുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? അവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? ഒരു 4 കാര്യം ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാം. 4 കാര്യം. 1, സലാം പറഞ്ഞ് മുസാഹഫത്ത് ചെയ്യുക, കൈപിടിക്കുക. 2, മുസാഫത്തോടുകൂടെ മുആനഖത്ത്, ആലിംഗനം ചെയ്യുക. ഇത് സുന്നത്താണ്. 3 ഒരു കാര്യം അതോടൊപ്പം പിന്നൊന്ന് പറയാൻ വിട്ടുപോയി, അവരെ കണ്ണിനെ ചുംബിക്കൽ സുന്നത്താണ്. കാരണം പരിശുദ്ധ കഅബ, അല്ലാഹുവിന്റെ കഅബ ബൈത്തുല്ലാഹ്, അതിനെ കണ്ട് അവർ കണ്ടവരാണ്. അവരെ നെറ്റിത്തടമോ കണ്ണോ ചുംബിക്കൽ നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടതായ മുഹിബ്ബീങ്ങളെ, സഹോദര സഹോദരിമാരെ, 3 നമ്മൾ ചെയ്യേണ്ടത്, അവരെ കാണുമ്പോൾ, ഹാജിമാരെ കാണുമ്പോൾ അവരെ മുസാഫത്ത് ചെയ്ത് അവർ പറയൽ സുന്നത്താണ്. ഖബിലല്ലാഹു ഹജ്ജക വഗഫറ സംബക വഖലഫ നഫഖതക. 4 കാര്യം അവരോട് ദുആ ചെയ്യിപ്പിക്കണം. ഹാജിമാരുടെ ദുആക്ക് ഉത്തരമുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹാജിമാരുടെ ദുആക്ക് ഉത്തരമുണ്ട്. അവരോട് ദുആ ചെയ്യാൻ വേണ്ടി, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറയണം. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നു, 90 ദിവസക്കാലമുണ്ട്. ഹാജിമാർ മടങ്ങി വന്നാൽ, അവരുടെ നാട്ടിലേക്ക് വന്നാൽ, പ്രത്യേകം വീട്ടുകാർ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും സുന്നത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഹാജിമാർ നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ നാട്ടിലുണ്ടാവും. അവരെ കാണുമ്പോൾ അവരോട് മുആനഖത്ത് ചെയ്യൽ സുന്നത്താണ്. 1 മുസാഫത്ത് ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ പറയൽ, ദിക്ർ പറയൽ സുന്നത്താണ്. അവരെ കണ്ണിനെ ചുംബിക്കലും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതുപോലെ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമുക്ക് അല്ലാത്തൊരു ആഗ്രഹമുണ്ടല്ലോ, നമുക്കും കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടല്ലോ. ആ മദീന ഒന്ന് കാണാൻ ആഗ്രഹമില്ലാത്തവർ ആരാണ് ഉള്ളത്? ആ മക്ക കാണാൻ ആഗ്രഹമില്ലാത്തവർ ആരാണ് ഉള്ളത്? ഞാൻ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആ സ്വലാത്ത് നിങ്ങൾ പതിവാക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ
ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. വല്ലാത്തൊരു സ്വലാത്താണത്. ആ സ്വലാത്തിനെ പതിവാക്കിക്കൊണ്ട് എത്ര പേരാണ് അവർ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ 4 കാര്യം നമ്മൾ ചെയ്യണം. അത് സുന്നത്താണ്. അത് പ്രത്യേകം നിങ്ങൾ കണക്കിലെടുക്കണം. നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, കാണുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറിന്റെ വാതിൽ തുറന്ന് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.